ധന്യ, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം. അതിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയിട്ട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ച് സെല്ല് തയ്യാറായിരിക്കുന്നു എന്നാണ് വിവരം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നവീൻ ബാബുവിൻ്റെ വിഷയം ഇപ്പോൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം കളക്ടർ അവധിയിൽ പ്രവേശിച്ചു. കളക്ടറെ വീണ്ടും മൊഴിയെടുക്കാനായി പോലീസ് വീണ്ടും CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ വെറളിമുണ്ട CPM വീണ്ടും അന്വേഷണ സംഘത്തോട് കളക്ടറുടെ മൊഴിയെടുക്കാൻ പറയുന്നു. പിന്നീട് കുടുംബം ഈ രേഖകൾ, അതായത് ഇവരുടെ കോൾ ലിസ്റ്റുകൾ, PP ദിവ്യയുടെയും കളക്ടറുടെയും ഒക്കെ കോൾ ലിസ്റ്റുകൾ തങ്ങൾക്ക് വേണമെന്ന് കുടുംബം കോടതിയിൽ ഹർജി നൽകുന്നു. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ട് CPMന് വല്ലാത്തൊരു ഭയമുണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയെ. അതായത് ഏതെങ്കിലും തരത്തിൽ നവീൻ ബാബുവിൻ്റെ വിഷയത്തിലെ സത്യാവസ്ഥ പുറത്തു വരുമോ, അത് മഞ്ജുഷയിലൂടെ പുറത്തു വരുമോ എന്ന് നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. ഇവിടെ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ PP ദിവ്യയും കളക്ടർക്കും രക്ഷപ്പെടാനുള്ള ഏക വഴി നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ് എന്ന് സർക്കാരിന് വരുത്തി തീർത്തേ മതിയാവും. ആ വഴിയിലൂടെ മാത്രമേ ഇവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ളതാണ്. അത്തരത്തിലൊരു നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ PP ദിവ്യ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ PP ദിവ്യ ഇക്കാര്യത്തിൽ ഇടപെടുത്തേണ്ട എന്നുള്ളൊരു കൃത്യമായ ഇടപെടലുകൾ PP ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടാകും. അപ്പോൾ കേസിൽ നിന്ന് ദിവ്യ ഒഴിവാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി. അതായത് പ്രശാന്തൻ പറഞ്ഞത്, തുടക്കം മുതൽ പ്രശാന്തൻ്റെ ആരോപണം എന്തായിരുന്നു? നമ്മുടെ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ പേരിൽ കൈക്കൂലി കൊടുത്തതിന് ശേഷം അദ്ദേഹം 10-ാം തീയതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി അയക്കുന്നു. ആ പരാതി പിന്നീട് വ്യാജമാണെന്ന് അറിയുന്നു. ആ പരാതിയിൽ പ്രശാന്തൻ എന്ന് പറയുന്നു, ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രശാന്ത് എന്ന് പറയുന്നു, ഒപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. പിന്നീട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ 2 ഒപ്പുണ്ടെന്നൊക്കെ പറയുന്നു. ആ കേസിൽ തന്നെ വേണമെങ്കിൽ അയാളെ പ്രതി ചേർത്ത് അകത്തിടാം. കാരണം ഭരണഘടന അനുസരിച്ച് ഒരു ഒപ്പ് മാത്രമേ ഒരാൾക്ക് പാടുള്ളത്. ഇട്ട ഒപ്പ് മാറിപ്പോകാൻ പോലും പാടില്ല എന്നുള്ളതാണ്. പിന്നെയുള്ളത് തമ്പാണ്. എന്നിട്ട് പറയുന്നു 2 ഒപ്പ് എനിക്കുണ്ട് എന്ന്. ഒരാള് താൻ കള്ളം ചെയ്യുന്നു എന്ന് ഒരാള് നിയമലംഘനം നടത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല. അപ്പോൾ പ്രശാന്തൻ എത്രമാത്രം CPMൽ സ്വാധീനമുണ്ട്, പോലീസിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു സാധാരണക്കാരനാണ് ഇത് വെറുതെയെങ്കിലും പറഞ്ഞാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. ഒരാൾക്ക് ഞാൻ 2 ഒപ്പിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇവിടെ വിജിലൻസ് സ്പെഷ്യൽ സെല്ല് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ, 98,500 രൂപ നവീൻ ബാബുവിന് കൊടുത്തു എന്നാണ് പ്രശാന്തൻ പറയുന്നത്. ഇത് നേരിട്ട് കൊടുത്തതല്ല, ഒരു സംഘടനയുമായി, ഒരു സർക്കാരിൻ്റെ ഔദ്യോഗിക സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ഫറിൻ്റെ ആവശ്യത്തിനായിട്ട് അവർക്കാണ് കൊടുത്തത്, നവീൻ ബാബുവിന് നേരിട്ടല്ല എന്നുള്ളതും ഈ പ്രശാന്തൻ തന്നെ പിന്നീട് വെളിപ്പെടുത്തൽ നടത്തിയതായി പറയുന്നത്. സ്വർണം പണയം വെച്ചിട്ടാണ്, അതിൻ്റെ തെളിവുകളൊക്കെ ഹാജരാക്കി. അപ്പോൾ ഈ സംഘടന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെയാണ്, അതും ഒരു CPI അനുഭവമുള്ള സംഘടനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിജിലൻസിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുക, സ്വാഭാവികമായിട്ട് ആ റിപ്പോർട്ടിനകത്ത് എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കളക്ടറെ രക്ഷപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ PP ദിവ്യ സഹാക്കൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ്. PP ദിവ്യയെ ഏതെങ്കിലും തരത്തിൽ പിണക്കിയാൽ, PP ദിവ്യയ്ക്ക് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചാൽ, ഇപ്പോൾ ഈ അച്ചടക്ക നടപടിയും ഈ തരം താഴ്ത്തലുമൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സൂത്രം മാത്രം. ഈ വിഷയം ജനങ്ങൾ കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങൾ മാറി മറ്റൊരു വിഷയത്തിലേക്ക് മറക്കും. ഈ ദിവ്യയൊക്കെ പിന്നെ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് കോടതിയിൽ സർക്കാർ സമർപ്പിച്ചത്. കാരണം ഹൈക്കോടതി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് വലിയ രീതിയിൽ കുടുംബത്തിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുമോ എന്നുള്ളത്. കാരണം സർക്കാരിൻ്റെ നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ, കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് തെളിഞ്ഞാൽ CBI അന്വേഷണം, പിന്നെ എന്തിനാണ് അദ്ദേഹം മരിച്ചത്, എന്തിനാണ് ദിവ്യ വന്നിരുന്ന അന്ന് അത്രയും അദ്ദേഹത്തെ അവഹേളിച്ചത്, എന്തിനാണ് ദിവ്യ ഇതിൽ ഇത്രയും ഇടപെടലുകൾ നടത്തിയത്, അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ. കളക്ടർ എന്തിനാണ് ഈ മൊഴി മാറ്റി പറഞ്ഞത്, അപ്പോൾ കളക്ടർക്ക് ഇതിലുള്ള പങ്ക് എന്താണ്,
തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ. ആരാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്? ഈ AKG സെന്റർ അല്ല, നമ്മുടെ തലസ്ഥാനത്തെ ഒരു CPM കേന്ദ്രത്തിലിരുന്ന് കുറെ സഹാക്കൾ തയ്യാറാക്കിയതെന്ന് പറയുന്നു. അതാരാണ്? മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പരാതി പോയിട്ട് എന്തുകൊണ്ട് അത് അന്വേഷണം നടത്തുന്നില്ല? ഇത്തരം ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു കേൾക്കപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക നവീൻ ബാബു ഒരു അഴിമതിക്കാരനായിരുന്നു. അത് ദിവ്യയ്ക്ക് മനസ്സിലായി. അത് മനസ്സിലായത് കൊണ്ട് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ദിവ്യ പൊതുയോഗത്തിൽ പോയി സംസാരിച്ചത്. ദിവ്യ അത്തരത്തിലുള്ള ഇനി ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്ക് അതീതമായിരിക്കണം, അഴിമതിയുടെ കറ അവരുടെ കൈകളിൽ പുരളാൻ പാടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു സഹാത്തി ചെയ്ത ഏറ്റവും നന്മയായ കാര്യമാണ് അന്ന് ആ യാത്രയപ്പ് ചടങ്ങിൽ ഇത്തരത്തിൽ നവീൻ ബാബുവിനെ അവഹേളിച്ചതെന്നൊക്കെ പറയാൻ CPM വലിയ താമസമൊന്നും വേണ്ട. ഇതില് രണ്ട് കാര്യങ്ങളുണ്ട് ധന്യ. ഒന്നുകിൽ ധന്യ ആദ്യം പറഞ്ഞതുപോലെ നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള, അതായത് CBI അന്വേഷണത്തെ പ്രതിരോധിക്കാൻ സർക്കാരിന് അന്വേഷണം പൂർത്തിയാക്കി എല്ലാവരുടെയും മൊഴി എടുത്തു എന്ന് വരുത്താൻ വേണ്ടി കലക്ടറുടെ മൊഴി പിന്നീടാണ്, ഈ അടുത്ത ദിവസമാണ് വീണ്ടും എടുക്കുന്നത്, ഹൈക്കോടതി വടിയെടുത്തപ്പോൾ. അങ്ങനെ പോയിട്ട് എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിച്ച് അത് ഹൈക്കോടതിയിൽ ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു, ഇതിനനുസൃതമായ തെളിവുകളുണ്ട്. അദ്ദേഹം മരിച്ചുപോയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ശേഖരിക്കാൻ കഴിയില്ല. ഒരു ഒരു തിയറി ഇവരുണ്ടാക്കും. അതായത് അന്വേഷണത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു തിയറി വെച്ചുകൊണ്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിങ്ങനെ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അങ്ങനെ അതിനെ വെച്ച് പ്രതിരോധിക്കുക എന്നുള്ളതായിരിക്കാം സർക്കാരിൻ്റെ ഒരു മാർഗം. ഇല്ലെങ്കിൽ ഉടനടി അത് CBIക്ക് പോകുന്നുള്ളതാണ്. ഇത് ഒന്ന് പ്രതിരോധിച്ച് നിൽക്കുകയെങ്കിലും ചെയ്യാമെന്നുള്ള കാര്യത്തിൻ്റെ പുറത്താണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വൈരാഗ്യം, അതെന്തോ കാര്യത്തിനാവട്ടെ, അതിപ്പോൾ ഒരു പക്ഷേ ഇവർ പറയുന്നത് പോലെ നിൽക്കാത്തതിനാവാം, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം ക്രയവിക്രയത്തിനെതിരെ നിന്നതുകൊണ്ടാവാം, ചില അന്യായ പ്രവർത്തികൾ കണ്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്തതിനാവാം, എന്ത് കാര്യത്തിനായാലും ഇദ്ദേഹത്തെ നാണം കെടുത്തി വിടുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രശാന്തനും ഇവരും, അതായത് പ്രശാന്തൻ പമ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് നടക്കേണ്ടി വന്നല്ലോ, ആ പമ്പ് ഇപ്പോഴും വലിയ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട് അവൻ്റെ പമ്പിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശാന്തനും ആളുകൾ ഇദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളായിരിക്കാം ഇതൊക്കെ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം സ്വർണം കൊണ്ടുപോയി പണയം വെക്കുന്നു, സ്വർണം കൊണ്ടുപോയി പണയം വെച്ച ശേഷം ഇദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് അങ്ങോട്ട് എന്താണ് ഇവർ സംസാരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ, ഞാൻ ഓഫീസിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലോ? അതുപോലെ തന്നെ വന്നതിന് ശേഷം അദ്ദേഹം ഓട്ടോറിക്ഷ ഇറങ്ങുന്നു, ഓട്ടോ ഇറങ്ങിയത് എന്നിട്ട് അദ്ദേഹം നടക്കുന്നത് എന്താണ് ഈ CCTV ക്യാമറയ്ക്ക് മുന്നിൽ കൂടി 2 നടത്തം അദ്ദേഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ CCTV കാണുന്നുണ്ടോ എന്നുള്ള നിലയിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്തിട്ട് ഈ പണം ഇദ്ദേഹത്തിന് കൊടുത്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സാക്ഷിമൊഴികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഏതോ സംഘടനയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ സംഘടനയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിന് ശേഷം പ്രശാന്തൻ നവീൻ ബാബു എങ്ങോട്ട് പോയി എന്നുള്ള CCTV ഇല്ല, പ്രശാന്തൻ്റെ CCTV എല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം കളിച്ച ഒരു കളി എന്നതാണ് ഞാൻ ഇപ്പോഴും ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നത്. അതിനനുസൃതമായ തെളിവുകൾ അവർ ദൃശ്യത്തിൽ ലാലേട്ടൻ സൃഷ്ടിച്ചതുപോലെ ഇവർ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. അതിനുള്ള ബുദ്ധിയും ഇവരും ഒക്കെ ഇവർക്കുണ്ട്, അതിനുള്ള അന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കില്ലേ ഇവർ ഈ കളി കളിക്കുന്നത്? തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരൊറ്റ കാര്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നവീൻ ബാബു ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു.